ലൂക്കയുടെ അമ്മ അവനായി വാട്ടർമെലൻ കട്ട് ചെയ്തു കൊടുത്ത് അവൻ അത് തിന്നാനായി ആർത്തിയോടെ വന്നപ്പോൾ അവന്റെ അമ്മ മോനെ കുരു വീങ്ങാതെ തിന്നണം എന്ന് പറഞ്ഞു. എന്നാൽ ലൂക്ക അതൊന്നും കേൾക്കാതെ വാട്ടർമെലൻ ഒറ്റയടിക്ക് തിന്നുന്നു. എന്നാൽ അവന്റെ വയറ്റിലേക്ക് പോയ ഒരു കുരു അവന്റെ വയറ്റിൽ തന്നെ മുളക്കുന്നു. പിറ്റേ ദിവസം ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന ലൂക്കയുടെ ബെഡിലെല്ലാം വാട്ടർമെലന്റെ ഇലകൾ കൊഴിഞ്ഞു കിടക്കുന്നുണ്ട്. ബാത്റൂമിൽ വാഷ് ചെയ്യാൻ പോയപ്പോഴും മൂക്കിൽ നിന്നും വാട്ടർമെലന്റെ വള്ളികളെല്ലാം വരുന്നു. ഇത് എന്താ അതിശയം? ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും ലൂക്കയുടെ മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും വാട്ടർമെലന്റെ വള്ളികളും ഇലകളും വരുന്നു. അത് തടഞ്ഞ് അവന്റെ ടീച്ചറും താഴേക്ക് വീണു. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. അവന്റെ ടീച്ചർ അവനെ കൊണ്ടുപോയി അവന്റെ വള്ളികളെല്ലാം വെട്ടുകയാണ്. അതിനിടക്ക് മൂക്കിൽ നിന്ന് ഇതാ വാട്ടർ ലെമൺ ജ്യൂസും വന്നു. കണ്ണും വയറുമെല്ലാം ഇപ്പോൾ വാട്ടർമെലൻ പോലെ ആയിട്ടുണ്ട്. അവൻ ഓടി നിൽക്കുന്നത് ഓട്ട മത്സരത്തിലാണ്. എല്ലാവരും ഓടുമ്പോൾ അവൻ ഉരുണ്ടിട്ടാണ് മത്സരത്തിൽ വിജയിക്കുന്നത്. എന്നിട്ട് അവൻ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കുകയാണ്. ഇപ്പോൾ അവൻ ഫുള്ളായി ഒരു വാട്ടർമെലൻ ആയിട്ടുണ്ട്. എന്നിട്ട് താഴേക്ക് വീണതും അവൻ പീസായി പോയി. ഇത് കണ്ട മറ്റു കുട്ടികൾ അതൊരു വാട്ടർമെലനാണ് എന്ന് കരുതി എടുത്തു കഴിക്കുന്നു.